പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സമാധാനത്തോടുകൂടി ഉറങ്ങുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ മനസമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ പത്രം എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ഒക്കെ നമ്മൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വന്ന കാര്യം, ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഓർമ്മപ്പെടുത്തുവാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ, എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ചെറുതായിരിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അമ്മയോ അമ്മുമ്മയോ നമ്മുടെ കുടുംബത്തിലുള്ളവര് പലരും നമ്മളോട് ഇന്ന ബുക്ക് എടുത്തോ, ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തോ, ഇല്ലെങ്കിൽ റബ്ബർ എടുത്തോ, കുട എടുത്തോ, ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകള്. അതേപോലെ പല കാര്യങ്ങളിലും നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ധാരാളം ആൾക്കാർ, സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു. നമ്മളത് ചെവിക്കൊണ്ടിരുന്നു. ഇന്നത്തെ കാലത്ത് ഓർമ്മപ്പെടുത്തുവാൻ ആൾക്കാർ കുറയുന്നു എന്നതൊരു വലിയ സത്യം. ഇനി ഓർമ്മപ്പെടുത്തിയാലും അത് കേൾക്കുവാൻ ചെവി തരുന്നവർ അതിലും കുറവ്. പക്ഷേ സമൂഹത്തിൽ ചില ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമാണെന്ന് എനിക്ക് ഈ പല ദിവസങ്ങളിലായിട്ട് തോന്നി. നമ്മുടെ അർജുന്റെ ഭൗതിക ശരീരം മിനിഞ്ഞാന്ന് നാട്ടിൽ കൊണ്ടുവന്നു. അതിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവർ, അത് കൊണ്ടുവരാൻ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച അവിടുത്തെ MLA, മനാഫ് തുടങ്ങിയ അർജുന്റെ ബന്ധുക്കൾ, അവരെ എല്ലാവരെയും, അതിന് കാരണഭൂതരായിട്ടുള്ള എല്ലാവരെയും നമ്മൾ മനസ്സുകൊണ്ട് നമിക്കണം, നന്ദിയോടെ സ്മരിക്കണം, ഒരാൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ചില നല്ല ആ 72 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അർജുനനെ കിട്ടി എന്നുള്ളത് ഒരു സമാധാനമുണ്ട്. പക്ഷെ ആ കുടുംബത്തിന് അതൊരു ദുഃഖം തന്നെയാണ്, അർജുന്റെ വിയോഗം. എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള മൈത്രി ബന്ധം നമ്മൾ കാണുന്നു ഈ ലോകത്ത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ ഒട്ടും തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി അല്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയും നമ്മൾ കാണുന്നു. അത് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമുക്കത് വളരെ കൂടുതലാണ്. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് കൂടി പറയുവാൻ വന്ന കാര്യം തന്നെ, എൻ്റെ നാട്ടിലെ വൈക്കത്ത് തന്നെ ഒരു സഹോദരൻ, 52 വയസ്സുള്ള ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. അതും വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. ഒരു ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയുണ്ട്, 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. അപ്പൊ എല്ലാം ഒരുമാതിരി സന്തുഷ്ടമായ ഒരു കുടുംബമുള്ളവർ, നല്ല ഒരു ജോലിയുള്ളവർ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതെ പോകുന്നു, 3-ാം ദിവസം ആറ്റിൽ നിന്ന് കണ്ടെടുക്കണു. ഇതൊക്കെ അങ്ങനെ ഒരു കാര്യം. അതിന്റെ 2 ദിവസം മുൻപ് നെടുമ്പാശ്ശേരി എവിടെയോ ഒരു കുടുംബത്തിലെ മാതാവും പിതാവും കുട്ടികളെയും കൂടി ചേർത്ത് മുറിക്ക് തീ കൊളുത്തി. അവര് 2 പേരും മരിച്ചു, ഒരു കുഞ്ഞും മരിച്ചു, ഇനി ഒരു കുഞ്ഞു ജീവനോട്. ഇങ്ങനെ ദുഃഖകരമായ വാർത്തകളും കേൾക്കുന്നു. അപ്പം ഇതിപ്പോ ഞാൻ ഇന്ന് ശ്യാംകുമാറിന്റെ മരണം എന്നെ വല്ലാതെ ഉലച്ചു. കാരണം വൈക്കമാണ്, അത് ഒരു പ്രത്യേകത. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ ജന്മനാടിനോട്. അത് ഈയിടെ ഞാനൊരു 5-6 മാസം മുൻപ് കുലശേഖരമംഗലത്ത് പോയതുമാണ്. ഞാൻ ശ്യാമിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ എന്ത് കാര്യത്തിനാണ് ആത്മഹത്യ ചെയ്തത്? കാരണം എഴുതിയിരിക്കുന്നത് ജോലി ഭാരം. അദ്ദേഹത്തിന് അടുത്ത ഒരു AEOയുടെ ഒരു ലീവ് എടുത്തു പോയപ്പോൾ ഈ സൂപ്രണ്ടിന് ആ ഒരു ജോലിയും കൂടി അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഒരു ജോലി ഭാരമായി കരുതി. എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല. അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ചില പ്രശ്നങ്ങൾ കാണും. ഏതായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ആത്മഹത്യയാണോ എന്ന്. മറ്റേ കുട്ടികളും കുടുംബം മരിച്ചത് സാമ്പത്തിക പരാധീനത. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്നത്, ഇതിനൊക്കെയുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ ആളുകൾ കുറയുന്നു. നിങ്ങൾക്കത് എന്തു തോന്നുന്നു? സത്യമായിട്ടും നമ്മളെ ചില കാര്യങ്ങൾ മുതിർന്നവർ
ഈ ഓർമ്മിപ്പിക്കുന്നത് പലരും മുതിർന്നവരായിരിക്കും, വൃദ്ധരായിരിക്കും. വൃദ്ധർ എന്ന് പറഞ്ഞാൽ മിണ്ടാനും നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തവരെന്നല്ല വൃദ്ധർ എന്ന് പറയുന്നത്. വൃദ്ധർ എന്ന് പറയുന്നത് എല്ലാത്തിലും വൃദ്ധിയുള്ളവരാണ്, അനുഭവങ്ങളിൽ, അറിവിൽ, പ്രായത്തിൽ. അപ്പൊ ഈ അനുഭവങ്ങളിൽ വൃദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ട്, ഇല്ലേ, കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ അങ്ങനെ സംഭവിക്കുമെന്ന അനുഭവമുള്ളവരാണ് വൃദ്ധർ. അതാണ് അവരെ വൃദ്ധർ എന്ന് പറയുന്നത്, സീനിയർ സിറ്റിസൺസ്. അപ്പോൾ നീ അങ്ങനെ പോകരുത് മകനെ, ഇല്ലേ നീ ഇങ്ങനെ പോകൂ, ഇപ്പോൾ ഇങ്ങനെ കടം മേടിക്കരുത്, കടം മേടിച്ചാൽ അതിന്റെ ഫലം ഇതാണ്, നീ അധികമായിട്ട് ആഡംബരത്തിന് ചെലവാക്കാതെ, ഇല്ലെ കുറച്ചും കൂടി ഒന്ന് കൈപ്പിടിയിലേക്ക് വെക്കൂ, ഒരു കൈ നമ്മുടെ തലയുടെ അടിയിൽ വെക്കൂ. ഇങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ. അതേപോലെ ജോലി ഭാരം കൂടിയിട്ടുള്ള ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ജോലി കിട്ടി സന്തുഷ്ടമായ ഒരു കുടുംബവും ഇങ്ങനെ എന്തിനു വേണ്ടി അദ്ദേഹം അത് ചെയ്തു? ജോലി ഭാരം കൂടുന്നതിലാണെങ്കിൽ അത് നമുക്ക് പങ്കുവയ്ക്കാം, നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരുമായിട്ട് പങ്കുവയ്ക്കാം. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഇല്ലേ? പ്രതിവിധി ഇല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും തോന്നാറുണ്ട്, അയ്യോ ജീവിതം അവസാനിപ്പിക്കുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ജീവിതത്തിലെ, കുടുംബത്തിലെ പ്രതിസന്ധിയോ ഇല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രതിസന്ധിയോ ഇല്ലേ, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ തമ്മിൽ നമ്മളോട് പെരുമാറുന്ന, പെട്ടെന്ന് ഓർക്കോ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവരും പറയാം. അത് കൂടുതലും സ്ത്രീകൾ പറയാറുണ്ട് അങ്ങനെ, പുരുഷന്മാർ ഇത് പറയാറില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഇത് പറയുവാണെങ്കിൽ അവർ ചെയ്യുന്നില്ല. കൂടുതലും ഈ സമൂഹത്തിൽ ഇന്ന് പുരുഷന്മാരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് പത്രത്തിൽ കണ്ടു. ഈ 45-നും 50-നും ഒക്കെ വയസ്സിനിടയ്ക്ക്, 40-നും 50-നും വയസ്സിനിടയ്ക്ക് ഉള്ള പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു കൂടുതലായി. ഇതെന്തൊരു പ്രതിഭാസമാണ്! എല്ലാത്തിനും ചങ്കൂറ്റത്തോടുകൂടി ധൈര്യപൂർവം ശാരീരികമായും അതിശക്തിയുള്ള ഈ പുരുഷന്മാർ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊരു ചോദ്യമില്ലേ? നേരെ തിരിച്ച് സ്ത്രീയുടെ കാര്യം ഓർക്കുമ്പോൾ, അവൾക്ക് ശക്തിയില്ലാത്തവൾ, അവൾക്ക് പെട്ടെന്ന് പ്രതിസന്ധി എങ്ങനെ നേരിടാമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലേബൽ. പക്ഷെ അവൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ വിരളം. എത്ര കടുത്ത ദുഃഖങ്ങൾ വന്നാലും പിടിച്ചടക്കി അവൾ തന്റെ കുടുംബത്തിന്, തന്റെ കുട്ടികളെ ഓർക്കും. താൻ ജന്മം കൊടുത്ത കുട്ടികളെ, തനിക്ക് ആ കുട്ടികളെ സമ്മാനിച്ച തന്റെ ഭർത്താവിനെ, തനിക്ക് ജന്മം നൽകിയ തന്റെ മാതാപിതാക്കളെ, സഹോദരന്മാരെ. ഒരു മരണം കൊണ്ട് എത്രയോ പേർക്കാണ് അതുമായിട്ടുള്ള ദുഃഖമുണ്ടാകുന്നത്, എന്നേക്കുമായിട്ടുള്ള ദുഃഖം. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ, ഇത് ദയവ് ചെയ്ത്, നമുക്ക് പ്രതിസന്ധികൾ വരും, തീർച്ചയായിട്ടും അത് വരുമെന്ന് പ്രതീക്ഷിച്ചു മുൻപോട്ട് പോകുക. ഒരിക്കലും നമുക്ക് എന്നും സുഖമായിരിക്കില്ല, ദുഃഖം വരും. ആ ദുഃഖത്തിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയം. നമ്മൾക്ക് നേരിടാൻ സാധിക്കും. ഇന്ന് ഇത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. മക്കളായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ആത്മഹത്യയുടെ ഡെഫിനിഷൻ തന്നെ, സൂയിസൈഡിന്റെ ഡെഫിനിഷൻ, ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ് എന്നാണ്. സഹായത്തിന് വേണ്ടിയുള്ള ഒരു കരച്ചിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ സഹായിക്കുവാൻ മനസ്സുള്ളവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് ഓർക്കുക. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സുഹൃത്തുക്കളാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ട് നമ്മുടെ ദുഃഖം പറയാൻ ഒരാളുണ്ടാവും. കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള ഒരാളോട് ആ ദുഃഖം ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് മാറും. ഇല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി, പോട്ടെ സാരമില്ല, നമുക്കതിന് പരിഹാരം കാണാം എന്നുള്ള ഒരു വാക്ക് മതി. അതുകൊണ്ട് ഈ ഓർമ്മപ്പെടുത്തലിനാണ് ഞാൻ ഇന്ന് വന്നത്. ദയവ് ചെയ്ത് നമ്മളുടെ ജീവിത ദുഃഖങ്ങൾ വരുമ്പോൾ അതിനെ ഏത് തരത്തിലും അതിനെ മറികടക്കുവാൻ ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. കൂടാതെ നമ്മുടെ ചുറ്റിനുമുള്ള പ്രകൃതി പോലും അതിന് നമ്മളെ സഹായിക്കും. ആ സഹായം നമ്മൾ ആഗ്രഹിക്കണം, അത് നേടാൻ പരിശ്രമിക്കണം. അല്ലാതെ ഭീരുത്വം കാണിക്കാതിരിക്കുക. ഈ ആത്മഹത്യ ചെയ്യുന്നവർ പലരും ഭീരുക്കളാണ്, ജീവിതത്തിനെ നേരിടാൻ ധൈര്യമില്ലാത്തവരാണ്. അങ്ങനെ ആവാതിരിക്കുക, ധൈര്യപൂർവം നേരിടുക.
നമ്മൾക്ക് ഈ പ്രതിസന്ധി തന്നിരിക്കുന്നത് ഇത് മറികടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കുക. ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കുക. ഒന്ന് വിളിച്ചു പറയുക. ഫോണിലാണേലും നിങ്ങൾക്കറിയാം, ഒന്ന് വിളിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി, അതിനെ എന്താ ചെയ്യുക ഞാൻ എന്നൊന്ന് പറയുക, ഒന്ന് കരയുക. ആരുടെയും മുൻപിൽ അല്ലെങ്കിൽ മുറിയിൽ പോയിരുന്ന് ഈ ദുഃഖങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ആരാണോ ആ പരമ്പൊരുളിന്റെ മുൻപിൽ പോയി പറഞ്ഞ് കരയുക. അപ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരാശ്വാസം വരും. ജീവൻ കളയാൻ നമുക്ക് അവകാശമില്ല. കാരണം നമുക്കൊരു ജീവൻ ആർക്കും കൊടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ ജീവൻ ഈശ്വരന് മാത്രമേ അതിനുള്ള ഒരു അനുഗ്രഹം, ഒരു കഴിവുള്ളൂ. ആ അനുഗ്രഹം നേടിയവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളുടെയും ഒന്നും ജീവിതം നശിപ്പിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. ഒരിക്കലും അത് ചെയ്യരുത്. ഈ ഓർമ്മപ്പെടുത്തൽ എന്നെ അമ്മയായിട്ടോ അമ്മൂമ്മയായിട്ടോ നിങ്ങൾക്ക് കാണാം. ഈ ഓർമ്മപ്പെടുത്തല് വേണ്ടിയിരിക്കുന്നു ഇന്ന്. നിങ്ങളുടെ വീടുകളിലും അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് എല്ലാത്തിലും വൃദ്ധിയുള്ളവരാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസമാധാനത്തോടുകൂടി നമുക്ക് ഉറങ്ങുവാൻ ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.